എനിക്കൊരു മെസ്സേജ് വന്നു. അതിലിങ്ങനെ കൈ മൊത്തം ഇങ്ങനെ മുറിച്ചിട്ട് ചോര ഒഴുകുന്ന ഒരു ഫോട്ടോ. എന്നിട്ട് ഞാൻ ചോദിച്ചു ഇത് ആരായത്? അന്നേരം പറഞ്ഞു വന്ന കോളേജിലാണ്, എൻ്റെ പേര് ഇന്നതാണ്, ഞാൻ അവിടെ ഫസ്റ്റ് ഇയറിന് പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടി പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ എനിക്ക് പലപ്പോഴും എന്നെ തന്നെ ഇങ്ങനെ വേദനിപ്പിക്കണം. ഇതിനൊരു കാരണമുണ്ടാവും. ഈ കുട്ടി ഇങ്ങനെ സ്വന്തം ശരീരത്തിനെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ, അതിന്റെ മനസ്സ് അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ മനസ്സിനേറ്റ എന്തോ ഒരു മുറിവാണ് അതിന് കാരണം. നമ്മൾ സ്വയം സ്നേഹിക്കാൻ തുടങ്ങണം. നമ്മൾ സ്വയം സ്നേഹിക്കാൻ തുടങ്ങുമ്പം സ്വന്തം ജീവിതത്തിന്റെ വാല്യൂ മനസ്സിലാക്കാൻ തുടങ്ങണം. അതായത് എൻ്റെ ജീവിതം കൊണ്ടൊരു അർത്ഥമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞിട്ട് കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് ചൈൽഡ്ഹുഡിൽ കിട്ടുന്ന ഓരോ കാര്യങ്ങളും ഒരു മനുഷ്യന്റെ ജീവിതത്തിനെ തീരുമാനിക്കുന്ന കാര്യങ്ങളാണ്. മുൻപിൽ വരുന്ന വ്യക്തി എന്ത് പ്രശ്നമാണെങ്കിലും അവരുടെ മനസ്സ് തുറന്ന് അവർ സംസാരിക്കുമ്പം അവരെ ജഡ്ജ് ചെയ്യരുത്. ബിക്കോസ് അവരുടെ മനസ്സാണത്. അവരുടെ മനസ്സ് എന്തുകൊണ്ട് അങ്ങനെ ആകുന്നു എന്നുള്ളതിന് പുറകിൽ ഒരുപാട് കാരണങ്ങളുണ്ട്. മൈൽസ്റ്റോൺ ബിലീഫ്സിൽ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഒരു കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റും മാനസരോവർ എന്ന് പറയുന്ന നമ്മുടെ എല്ലാവരുടെയും മെന്റൽ ഹെൽത്തിന് ഇമ്പോർട്ടൻസും കെയറും കൊടുക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഡയറക്ടറുമായ രഞ്ജു എം പിള്ളയാണ്. ഹലോ മാം, നമസ്കാരം. സൈക്കോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ പൊതുവെ ആളുകൾക്ക് ഒരു പേടിയാണ് ഉള്ളിൽ ആദ്യം വരുന്നത്. മുഖം നോക്കി നമ്മുടെ മനസ്സ് മനസ്സിലാക്കും എന്നൊരു സൂപ്പർസ്റ്റീഷൻ ചിലപ്പോൾ ആളുകളുടെ ഉള്ളിലുണ്ട്. എന്താണ് ശരിക്കും സൈക്കോളജിസ്റ്റ്? ആദ്യം തന്നെ ഈ ഒരു നിമിഷത്തിന് നന്ദി പറയുകയാണ്. അതായത് അത് നമ്മളുടെ സമൂഹത്തിന്റെ ഒരു ചിന്തയുണ്ട്. അതായത് മാനസിക രോഗം എന്ന് പറഞ്ഞാൽ പട്ടാണ്, ഭ്രാന്താണ്, അങ്ങനെയാണ്. അതെന്ന് വെച്ചാൽ അങ്ങനെ ഒരു കാഴ്ചപ്പാടാണ് നമ്മുടെ സമൂഹത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു അവഗണിക്കപ്പെടുന്ന ഒരു ഏരിയ കൂടിയാണ് ഈ മെന്റൽ ഹെൽത്ത്. നമുക്ക് എന്ത് ശാരീരികമായ എന്തൊരു അസുഖം വന്നാലും നമുക്ക് ഒരു മടിയും ഇല്ലാതെ നമ്മൾ ഹോസ്പിറ്റലിൽ പോകും. അത് മറ്റുള്ളവരുടെ മുൻപിൽ കൂടി പോയാൽ നമുക്ക് ഇപ്പം പ്രഷർ, ഷുഗർ, അതിന്റെ ടാബ്ലറ്റ് കഴിക്കുന്നതിന് പ്രശ്നമില്ല, ഡോക്ടറെ കാണുന്നതിന് കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു ഭാഗമാണ് നമ്മളുടെ മാനസിക ആരോഗ്യം. എന്നാൽ മനസ്സിന് എത്ര പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നുണ്ട്? ഇന്ന് നമ്മളുടെ സമൂഹത്തിൽ നോക്കിയാൽ അറിയില്ലേ എന്തെല്ലാം പ്രശ്നങ്ങളില് അവസാനം നമ്മളുടെ കൂടെ നടക്കുന്ന മനുഷ്യരെ പോലും നമുക്ക് ചിലപ്പോ ഒരു ദിവസം അവർ ആത്മഹത്യ ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ തിരിച്ചറിയുന്നത്, അയ്യോ എന്റെ കൂടെ നടന്ന ആൾക്ക് ഇത്രയും പ്രയാസം ഉണ്ട് എന്നുള്ളത്. അതെന്താന്ന് വെച്ചാൽ സമൂഹം കൽപ്പിച്ചു കൊടുക്കുന്ന ഒരു എന്താ പറയാ, അങ്ങ് സ്റ്റാമ്പ് ചെയ്യപ്പെടുകയാണ്. നമുക്കൊരു പ്രയാസം ഉണ്ടെങ്കിൽ ഒരാളോടൊന്ന് പറയാൻ, അല്ലെങ്കിൽ അതിനൊരു ഗൈഡൻസ് എടുത്താൽ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും? അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു സൈക്കോളജി വിഭാഗത്തിന് ഇത്രയും അവഗണന നേരിടുന്നത്. സമൂഹത്തിന്റെ കാഴ്ചപ്പാടാണ്. പിന്നെ സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്നത് മനസ്സ് വായിക്കുന്ന വ്യക്തിയല്ല. ശരിക്കും സൈക്കോളജിസ്റ്റ് ചെയ്യുന്ന എന്തുവാന്ന് വെച്ചാൽ നമ്മുടെ മുൻപിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയെ നമുക്ക് ഒബ്സർവ് ചെയ്യാം. അവരുടെ ഭാവങ്ങളിലൂടെ, അവരുടെ വാക്കുകളിലൂടെ, അവരുടെ ഉള്ളിൽ കിടക്കുന്ന ചിന്തകളില് എവിടെയാണ് പ്രശ്നം എന്ന് വെച്ചാൽ, ഒരു വ്യക്തിക്ക് എന്തെങ്കിലും മനസ്സിനൊരു അസ്വസ്ഥത ഉണ്ടെങ്കിൽ ആ മനസ്സിനൊരു പ്രത്യേക കഴിവുണ്ട്. കുറച്ച് സമയം കൊണ്ട് തന്നെ ഒരു ടൈം ബൗണ്ട് ഉണ്ട്. അത് ആ സമയത്തിനുള്ളിൽ മനസ്സിന് തിരിച്ചു വരാൻ കഴിയും. എന്ത് സിറ്റുവേഷൻ ആണ്, എന്ത് ചലഞ്ചിങ് സിറ്റുവേഷൻ ആണെങ്കിലും. പക്ഷെ അതിന്റെ ഉള്ളിലും മനസ്സിന് കഴിയുന്നില്ല എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഒരു ഗൈഡൻസ് വേണം എന്നാണ്. അപ്പോ അതിന് നമ്മൾ ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോകുമ്പോൾ നമ്മൾ ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ ടോക്കിംഗ് തെറാപ്പിയാണ്. ആദ്യം അവരോട് സംസാരിക്കും. ആ സംസാരിക്കുമ്പം അവർ പറയുന്ന പല വാക്കുകളിൽ നിന്നായിരിക്കും നമ്മൾ അവരുടെ മനസ്സിന്റെ പ്രശ്നം എന്താണെന്ന് കണ്ടുപിടിക്കുന്നത്. അതായത് കോർ റൂട്ട് അറിഞ്ഞു വേണം നമ്മൾ അവരെ ചികിത്സിക്കാൻ. അപ്പൊ അങ്ങനെ കണ്ടുപിടിച്ചതിന് ശേഷം ആ വ്യക്തിയുടെ തോട്ട് പ്രോസസ്സിൽ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടാകുമെങ്കിൽ അത് കറക്റ്റ് ചെയ്യുക. അതിന് പല പല തെറാപ്പികൾ ഉപയോഗിക്കുന്നു. അതാണ് സൈക്കോളജിസ്റ്റ് ചെയ്യുന്നത്. മെഡിസിൻ ഒന്നും നമ്മൾ സൈക്കോളജിസ്റ്റുകളല്ല നമ്മൾ എടുക്കുന്നത്. തോട്ട് പ്രോസസ് കറക്ഷനോ ബിഹേവിയറൽ ഡിസോർഡറോ ഒക്കെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കുമ്പോൾ അതിന് വേണ്ടിയിട്ട് പല തെറാപ്പി സെഷനിലൂടെ ഇവരെ കടത്തിവിട്ട്, അല്ലെങ്കിൽ ഇപ്പം ചിലരോട് സംസാരിക്കുമ്പം ഒട്ടും സെൽഫ് കോൺഫിഡൻസിന്റെ പ്രശ്നം, അല്ലെങ്കിൽ സ്ട്രെസ്സിന് ഒരു കാരണം ഉണ്ടാകാം, ആൻസൈറ്റിക്ക് ഒരു കാരണം ഉണ്ടാകാം. ഈ കാരണം കണ്ടുപിടിക്കാൻ നമുക്ക് കഴിയും. അത് വെച്ചിട്ട് ഏത് തെറാപ്പിയാണ് വേണ്ടതെന്ന് നമ്മൾ തീരുമാനിച്ച് അതിലൂടെ കടത്തിവിടും. പിന്നെ ചിലരുടെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ന്യൂറോളജിക്കൽ ആയിരിക്കും. അതായത് നമ്മളുടെ ന്യൂറോ കെമിക്കൽസിൽ ഉണ്ടാകുന്ന വേരിയേഷൻസ്, അല്ലെങ്കിൽ ബയോളജിക്കലി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മൾ കേൾക്കുന്നില്ലേ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ B12, ഇതിന്റെ കുറവ്, നമ്മളുടെ ഗട്ടിന്റെ പ്രശ്നം, ഇതൊക്കെയും നമുക്ക് സ്ട്രെസ് ഒക്കെ നൽകാം. അപ്പൊ ഇതൊക്കെ ആണോ എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യണം.
ഓക്കെ. അതായത് ഫിസിക്കലി ആണോ, അതോ ആ. ഇമോഷണലി ആണോ, അതോ അവരുടെ എന്താ പറയാ മെന്റലി എന്താണ്, എവിടെയാണ് പ്രശ്നം എന്ന് മനസ്സിലാക്കിയിട്ട്, ഇപ്പം ന്യൂറോളജിക്കൽ പ്രശ്നമാണ്, ഇപ്പം ഉം. ഫോർ എക്സാമ്പിൾ ഇപ്പം സെറോട്ടോണിൻ, ഡോപ്പമിൻ എന്നൊക്കെ ഉം. പറയുന്ന കെമിക്കൽസ് ഉണ്ട്. ആ. അപ്പൊ അതിനകത്ത് ഉണ്ടാകുന്ന വേരിയേഷൻ നമുക്ക് അവരെ മനസ്സിലാകും. ഓ. അവരുടെ ആ പ്രശ്നം പറയുമ്പോൾ അതിന്റെ തീവ്രത എത്ര നാളുകൊണ്ടുണ്ട്, ഓക്കെ. എങ്ങനെയാണെന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു സൈക്കോളജിസ്റ്റിന് മനസ്സിലാക്കാൻ പറ്റും. ഉം. അങ്ങനെ പ്രശ്നമുള്ളവരാണെങ്കിൽ നമ്മൾ സൈക്യാട്രിക്ക് റെഫർ ചെയ്യും. ഓ. അല്ലാത്തതാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പ്രശ്നമാണ് അവരുടെ ഉള്ളിലുള്ള ഉം. എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ അത് തെറാപ്പി സെഷനിലൂടെ മാറ്റും. അതാണ് മാറ്റും. സൈക്കോളജിസ്റ്റ് ഉം. ചെയ്യുന്നത്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെയുള്ള വേറൊരു മിസ്കൺസെപ്ഷൻ ആണ് സൈക്യാട്രിസ്റ്റും സൈക്കോളജിസ്റ്റും ഒന്നാണ് എന്നുള്ളൊരു, അതെല്ലാം ഒരു വിഭാഗത്തിൽ പെട്ടതാണ്. ശരിക്കും സൈക്കോളജിയും സൈക്യാട്രിയും തമ്മിൽ എന്താണ് വ്യത്യാസം? സൈക്കോളജിസ്റ്റുകൾ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ നമ്മളുടെ തോട്ട് പ്രോസസ് കറക്ഷൻ ആണ് അവർ ചെയ്യുന്നത്. ഓക്കെ. ചിന്തയാണ് എല്ലാത്തിന്റെയും അടിസ്ഥാനം. ഉം. അപ്പൊ ആ ചിന്തകളിൽ ഉണ്ടാകുന്ന പ്രശ്നം എവിടെയാണെന്ന് മനസ്സിലാക്കിയിട്ട്, ഉം. ഇത് എന്തെങ്കിലും ഈ നമ്മളുടെ ബ്രെയിൻ റിലേറ്റഡ് ഇഷ്യൂ ആണ്, ആ. ന്യൂറോളജിക്കലി ഉണ്ടാവുന്ന പ്രശ്നമാണ്, അല്ലെങ്കിൽ ബയോളജിക്കലി ഉണ്ടാവുന്ന ആണെങ്കിൽ ഉം. നമ്മൾ അവരെ സൈക്യാട്രിയിലേക്ക് റെഫർ ചെയ്യും. ഓ. സൈക്യാട്രിസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഡോക്ടർ ആയിരിക്കും. ആ ഡോക്ടറാണ്, ഇതെന്ന് വെച്ചാൽ ഒരുപാട് പലതരത്തിലുള്ള അസുഖങ്ങളുണ്ട്. ഉം. അപ്പൊ അതിനുള്ള മരുന്നുകൾ നമ്മൾ ഈ കഴിക്കുന്ന ഷുഗറും പ്രഷറും ഒക്കെ കഴിക്കുന്നത് പോലെ തന്നെ ഉം. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള മെഡിസിൻസ് ആണ് സൈക്യാട്രിസ്റ്റ് കൊടുക്കുന്നത്. കൊടുക്കാം. ഉം. സൈക്കോളജിസ്റ്റ് പക്ഷെ അത് ചെയ്യില്ല. ഉം. നമുക്കിപ്പം നമ്മൾ ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ നമ്മുടെ മുൻപിലിരിക്കുന്ന വ്യക്തിയെ ഒബ്സർവ് ചെയ്യുക, ആ വ്യക്തിയിൽ നിന്നും ഇൻപുട്ട് എടുക്കുക, അവരെ ഒബ്സർവ് ചെയ്യുക, അവരുടെ ആ ഒരു പ്രശ്നത്തിന്റെ കോർ റൂട്ട് എവിടെയാണെന്ന് കണ്ടിട്ട് ആ കോർ റൂട്ടിനെ മാറ്റാനുള്ള തെറാപ്പികൾ കൊടുക്കുക. കൊടുക്കാന്നുള്ള. അതാണ് ചെയ്യുന്നത്. ഉം. പലർക്കും ആവശ്യമേ ഇന്ന് നമ്മൾ പറയുന്നത് ഒന്ന് കേൾക്കാനുള്ള അതെ, അതെ. ആരുമില്ല. ഉം. അതൊരു ഭയങ്കര ഒരു പ്രയാസം തന്നെയാണ്. സൈക്കോളജിസ്റ്റുകളുടെ കഴിവെന്ന് വെച്ചാൽ കേൾക്കാനുള്ള കഴിവ് ഉണ്ടാവുക എന്നുള്ളതാണ് ഒരു സൈക്കോളജിസ്റ്റിന്റെ ഏറ്റവും വലിയ ഒരു കഴിവെന്ന് പറയുന്നത്. അതെ, അതെ. ഒരു മനുഷ്യനെ കേൾക്കുമ്പം അവരുടെ മനസ്സ് അവർ ആ വിശ്വാസത്തോടു കൂടി നമ്മളുടെ മുൻപിലേക്ക് ഇങ്ങനെ പകർന്നു തരികയാണ്. ഉം. അപ്പൊ അവരെ ആ ഒരു എമ്പതിയോട് കൂടി, ഒരു തുറന്ന മനസ്സോടു കൂടി, വിത്തൗട്ട് എനി ജഡ്ജ്മെന്റ്, അതെ. അതാണ് അവിടെ ആവശ്യം. ഇപ്പം നമ്മളൊരു പ്രശ്നം ഉണ്ടാവുമ്പം വേറൊരാളോട് പറയുമ്പം ഈ പഠിച്ചിട്ടില്ല, അതിനെക്കുറിച്ച് അറിയാത്തൊരു വ്യക്തിയാണെങ്കിൽ ഉടനെ അവരുടെ പെർസെപ്ഷനിൽ നിന്നായിരിക്കും ഇവർക്ക് അഡ്വൈസ് കൊടുക്കുന്നത്. അതെ, അതെ, അതെ. അല്ലേ? അതെ. അത് ശരിയാവണം എന്നൊന്നുമില്ല. ഇത് അവരനുഭവിച്ചതിൽ നിന്ന് അവരൊരു ഇത് കൊടുക്കുകയാണ്. അതെ. ജഡ്ജ്മെന്റലാകാം. പിന്നെ നമ്മൾ മനസ്സ് തുറന്ന് സംസാരിക്കുന്ന നമ്മുടെ സുഹൃത്താവട്ടെ, ബന്ധുക്കളാവട്ടെ, നാളെ ഇത് തിരിഞ്ഞു കുത്തും എന്ന് പറയാൻ പറ്റില്ല, അല്ലേ? അതെ, അതെ. ഭയങ്കര ഭാണ്ഡം എല്ലാം കൂടെ ഇറക്കി വെക്കും. അതെ, അതെ. കുറച്ച് കഴിയുമ്പോൾ ഇത് തന്നെ തിരിച്ചു വരും. അതെ. അപ്പൊ അതേസമയം നമ്മളൊരു തെറാപ്പിസ്റ്റിന്റെ അടുത്ത് സംസാരിക്കുകയാണെങ്കിൽ വിത്തൗട്ട് എനി ജഡ്ജ്മെന്റ്, അതാണ് ഏറ്റവും പ്രധാനം. നമ്മുടെ മുൻപിൽ വരുന്ന വ്യക്തി എന്ത് പ്രശ്നമാണെങ്കിലും അവരുടെ മനസ്സ് തുറന്ന് അവർ സംസാരിക്കുമ്പം അവരെ ജഡ്ജ് ചെയ്യരുത്. ബിക്കോസ് അവരുടെ മനസ്സാണത്. അതെ, അതെ. അവരുടെ മനസ്സ് എന്തുകൊണ്ട് അങ്ങനെ ആകുന്നു എന്നുള്ളതിന് പുറകിൽ ഒരുപാട് കാരണങ്ങളുണ്ട്. ഉണ്ട്. അപ്പൊ ആ മുമ്പിലിരിക്കുന്ന വ്യക്തിയെ കേൾക്കുക, അതിന്റെ ആ കോർ റൂട്ട് എന്താണെന്ന് മനസ്സിലാക്കുക, മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള തെറാപ്പി സെഷനിലൂടെ അവരെ കടത്തി വിട്ടിട്ട് ഹീൽ ചെയ്യുക. എത്രത്തോളം പ്രൊഫഷണൽ ആണ് മാമിന് തിങ്ക് ചെയ്യുമ്പോ ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള സൈക്കോളജിസ്റ്റുകൾ ശരിക്കും? നമുക്ക് അത് പറയാന് എനിക്ക് ഞാൻ ആളല്ല. എന്ന് വെച്ചാല് ഇപ്പം ഒരുപാട് പേര് നമുക്ക് ഈ കേൾക്കാൻ ആളുണ്ടാവുക എന്നുള്ളത്, പലരും പറയാറുണ്ട് സൈക്കോളജിസ്റ്റുകളുടെ പ്രൊഫഷണലിസം, അല്ലെങ്കിൽ അവരത് പഠിച്ചില്ല എന്ന് പറഞ്ഞ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയാറുണ്ട്. ഉം. പക്ഷെ നമുക്ക് ഒരുപാട് ആളുകൾ കേൾക്കാൻ ഉണ്ടാവണം. അതെന്താണെന്നറിയാം, അപ്പം വെളിനാടുകളിൽ ലിസണിങ് ക്ലബ്ബ് എന്ന് പറഞ്ഞ് തന്നെയുണ്ട്. ഓ. അത് എന്തിനാണെന്ന് വെച്ചാല് ഈ പ്രയാസങ്ങളുള്ളവരെ ഒന്ന് ഉം. കേൾക്കാനുള്ള ആളുകൾ. അപ്പൊ ഈ സൈക്കോളജിസ്റ്റുകളിൽ തന്നെയും നമ്മളിപ്പം ഒരു ഡിപ്ലോമ കഴിഞ്ഞവരുണ്ട്, അത് ഓക്കെ. കൗൺസിലേഴ്സ് ഉണ്ട്, ഓക്കെ. അല്ലാതെ സൈക്കോളജി പഠിച്ചവരുണ്ട്, അങ്ങനെ പലതരത്തിലുള്ളവരുണ്ട്. ഉം. അപ്പൊ ഈ സൈക്യാട്രിസ്റ്റുകൾക്കൊന്നും അത്രയും ഇരുന്ന് കേൾക്കാൻ പറ്റില്ല, ഓക്കെ. മണിക്കൂറുകളോളം കേൾക്കാൻ പറ്റില്ല. പറ്റില്ല. ആ. അതേസമയം സൈക്കോളജിസ്റ്റുകൾ അങ്ങനെയല്ല. ഉം. അവര് കേൾക്കണം. പിന്നെ അത് ഡിപ്പെൻസ് ആണ്, ഓരോ വ്യക്തിയെ ഡിപ്പെൻഡ്, അവരുടെ പ്രൊഫഷണലിസവും അവരുടെ അതെ, എത്തിക്സും അതെ, അതെ. എല്ലാം ഒരു വ്യക്തിയെ ഡിപ്പെൻഡ് ചെയ്യും. അതായത് നമ്മളിപ്പോ നമ്മുടെ മുൻപിൽ വരുന്ന ഒരു വ്യക്തി, പലരും കണ്ടിട്ടുണ്ട് അവരുടെ കൗൺസിലിംഗ് സെഷൻ എടുത്തിട്ട് ഇങ്ങനെ വീഡിയോകളിലൂടെയൊക്കെ ചെയ്യുന്ന, അതൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല. ബിക്കോസ് നമ്മളുടെ ഒരു കൗൺസിലിംഗ് സെഷൻ അല്ലെങ്കിൽ ഒരു വ്യക്തി നമ്മളോട് പറയുന്ന കാര്യങ്ങൾ വളരെ പേഴ്സണൽ ആണ്.
പിന്നെ നമ്മൾ ഏതെങ്കിലും ക്ലാസ്സുകൾ എടുക്കും, പിന്നെ അവർക്ക് ഇഷ്ടമാണ് ഞാൻ ഇങ്ങനെ ഒരു പ്രശ്നത്തിലൂടെ കടന്നു പോയപ്പോൾ എനിക്ക് അതിനൊരു ഇതുണ്ടായി, അപ്പൊ അതിലൂടെ കടന്നു പോകുന്ന മറ്റുള്ളവർക്കും അത് സഹായകമാണെന്ന് ആ വ്യക്തി അനുവദിച്ചാൽ നമുക്ക് അത് പറയുകയോ അത് ചെയ്യാം. പക്ഷെ അല്ലാതെ ഒരിക്കലും നമ്മൾ ഈ വ്യക്തിയുടെ ഒരു പേഴ്സണൽ ഇൻഫർമേഷനും ഷെയർ ചെയ്യരുത്. അതൊക്കെ ഒരു സൈക്കോളജിസ്റ്റിന്റെ എത്തിക്സിന്റെ ഭാഗമാണ്. അപ്പം നമ്മൾ എത്ര പ്രൊഫഷണലിസം നമുക്ക് അത് പറയാൻ ഞാൻ ആളല്ല, ഡിപ്പെൻസ് ഓരോ 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 വ്യക്തികളുടെ മൂല്യമാണത് തീരുമാനിക്കുന്നത്. ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതെ. എന്റെ എക്സ്പീരിയൻസോ എന്റെ വളരെ ക്ലോസ് ആയി നിൽക്കുന്ന കുറച്ച് പേരുടെ എക്സ്പീരിയൻസോ വെച്ചിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോ നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ ഒരു പ്രശ്നം പറയുന്ന സമയത്ത് ഒന്നെങ്കിൽ ഫസ്റ്റ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒന്നെങ്കിൽ ജഡ്ജ് ചെയ്യുക, അല്ലെങ്കിൽ പറയാ എടാ ഇതൊന്നും കുഴപ്പമില്ല, ഇത് മാറും, നിങ്ങൾ തന്നെ ഇതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കൂ എന്ന് പലവരുടെ ഇതൊന്നും കേട്ടിട്ടുണ്ട്. അപ്പൊ മാം ഒരു 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 പ്രശ്നം ഹിയർ ചെയ്യുന്ന സമയത്ത് ഒരാൾക്ക് കൊടുക്കുന്ന ഇപ്പൊ ഇത്തരത്തിലൊരു വാക്ക് നിങ്ങൾ തന്നെ അതിന്റെ സൊല്യൂഷൻ കണ്ടപ്പോൾ നമ്മൾ കണ്ടുപിടിക്കാനാണെങ്കിൽ നമ്മളൊരു സൈക്കോളജിസ്റ്റിനെ കാണേണ്ട ആവശ്യമില്ല എന്നൊരു ക്വസ്റ്റ്യൻ അവിടെ വരും. നിങ്ങളുടെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണ് അതിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് നിൽക്കുന്നത്? എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ മുൻപിൽ വരുന്ന വ്യക്തിയെ ഒരിക്കലും ജഡ്ജ് ചെയ്യില്ല. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഒരു വ്യക്തി നമ്മുടെ മുൻപിലേക്ക് വരുമ്പോൾ ആ വ്യക്തിയുടെ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് നമ്മളുടെ എല്ലാവരുടെയും മനസ്സ് ഒരുപോലെ അല്ല. ആ മനസ്സിന് സെൻസിറ്റീവ് ആയിട്ടുള്ള മൈൻഡ് ഉണ്ട്. ചിലർക്ക് ചിലത് താങ്ങാൻ പറ്റും, പക്ഷെ ചിലർക്ക് അത് പറ്റില്ല. അങ്ങനെ ആവുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ പെടുമ്പോൾ നമ്മളുടെ ബ്രെയിന് ഒരു ലൂപ്പിലായിരിക്കും. അതായത് നമ്മൾ ചിന്തിക്കുന്നത് ഒരു വൃത്തത്തിനകത്താ, ഇതിന്റെ വെളിയിൽ ചിന്തിക്കാൻ പറ്റില്ല. ഒരു എക്സാമ്പിൾ പറഞ്ഞാല്, ഇപ്പൊ നമ്മൾ കാണുന്നില്ലേ, ഭർത്താവുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി, അല്ലെങ്കിൽ ഭർത്താവിന്റെ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടായി ആത്മഹത്യ ചെയ്യുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവരുണ്ട്, ഹൈലി പ്രൊഫഷണൽ ആയിട്ടുള്ളവരുണ്ട്. പക്ഷെ എന്തുകൊണ്ട് അവർക്ക് അങ്ങനെ സംഭവിക്കുന്നു? അത് തന്നെ നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. അതായത് അവര് ചിന്തിക്കുമ്പോൾ ഭർത്താവിന്റെ സ്നേഹം അല്ലെങ്കിൽ ഇതിനപ്പുറത്തേക്ക് അവർക്കൊരു ലോകമില്ല. അപ്പൊ അവരുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നത് ആ ലൂപ്പിലാണ്. അപ്പൊ നമ്മളുടെ മുൻപിലേക്ക് വരുന്ന ഒരു വ്യക്തി, അവരെ ജഡ്ജ് ചെയ്യാതെ അവരെ കേൾക്കുക, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുമ്പോൾ നമുക്ക് പറയാറുണ്ട്, ഒരു സൈക്കോളജിസ്റ്റിന് ഏറ്റവും ആവശ്യം എമ്പതിയാണ്. എമ്പതി എന്ന് പറഞ്ഞാൽ തന്റെ മുൻപിലിരിക്കുന്ന ആ വ്യക്തിയുടെ വികാരങ്ങളെ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനുമുള്ള ഒരു കഴിവാണ്. അപ്പൊ ആ രീതിയിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അവരെ കേൾക്കാം, അവരുടെ അനുഭവിക്കുന്ന പെയിൻ. അതായത് മനസ്സ് വ്യത്യസ്തമാണ്, മനസ്സിന്റെ വേദനകൾ വ്യത്യാസമാണ്. അപ്പൊ നമ്മൾ അവരെ കേൾക്കുമ്പോൾ ഈ ലൂപ്പിൽ നിന്ന് അവരെ വെളിയിൽ കൊണ്ടുവരണം. അതായത് ഇതല്ല നിങ്ങളുടെ ലോകം, ഇതിനും അപ്പുറം ആ ജീവിതത്തിന് ഒരു വാല്യൂ ഉണ്ട്, ഇന്ന വ്യക്തിയെ ഡിപ്പെൻഡ് ചെയ്തല്ല ജീവിക്കേണ്ടതെന്ന് പതുക്കെ പതുക്കെ ചിന്തകളിലൂടെ അവരുടെ തോട്ട് പ്രോസസ്സിനെ ഷിഫ്റ്റ് ചെയ്യും. അതിന് പല വഴികളുണ്ട്. ജേർണലിങ് ചെയ്യിപ്പിക്കും, അതുപോലെ തന്നെ നമ്മൾ പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ച് വെളിയിൽ കൊണ്ടുവരും. നമുക്ക് പല ടെക്നിക്ക് ഉണ്ട്, CBT ഒക്കെ ഉപയോഗിക്കാം, പല ടെക്നിക്ക് ഉണ്ട്. അപ്പൊ ഞാൻ ഒരിക്കലും നിങ്ങൾ കണ്ടുപിടിക്കൂ എന്നല്ല പറയുന്നത്, അവരെ ഗൈഡ് ചെയ്ത് വിടും. ഈ ബ്രെയിൻ എങ്ങനെ വട്ടത്തിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ബ്രെയിനിനെ അതിന് വെളിയിലേക്ക് കൊണ്ടുവരും. ഇങ്ങനെയും വഴിയുണ്ട് എന്ന് നമ്മുടെ ബ്രെയിൻ ചിന്തിക്കുക. അതായത് നമ്മുടെ ബ്രെയിൻ ആണ് എല്ലാത്തിന്റെയും അടിസ്ഥാനം. അപ്പൊ അതിന് മനസ്സിലാകും ഈ ഓപ്ഷൻ അല്ല, അവിടെയും ഒരു ഓപ്ഷൻ കിടപ്പുണ്ട്. അത് ഏത് സിറ്റുവേഷനിലും ഉണ്ടല്ലോ. ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ഒരൊറ്റ സൊല്യൂഷൻ അല്ല ഉള്ളത്, ചോയ്സ് ഉണ്ട്. ആ ചോയ്സിലേക്ക് അവരെ എത്തിക്കാൻ ചോദ്യങ്ങൾ ചോദിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആണല്ലോ എന്നൊക്കെ പറഞ്ഞ് അവരെ എത്തിക്കും. ആ രീതിയിൽ വരുമ്പോൾ അവർക്ക് തന്നെ ഡിസിഷൻ ഓട്ടോമാറ്റിക്കലി അവർക്ക് പറ്റും. അല്ല, നമ്മളല്ല പറയേണ്ടത്, നിങ്ങൾ ഡിസിഷൻ എടുക്കൂ എന്നല്ല പറയേണ്ടത്. നമ്മൾ പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ച് വന്ന് ചോദ്യങ്ങൾ ചോദിച്ച് അവരുടെ ആ ഒരു ഇതിൽ നിന്ന് വെളിയിൽ കൊണ്ടുവരുന്നു കഴിയുമ്പോൾ അവരുടെ ബ്രെയിനിന് ആ ഒരു ഇത് കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് ശരിക്കും ഞാൻ ചെയ്യുന്ന രീതി. അതാണ് മാമിന്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ വളരെ വീക്കായി മാമിന്റെ മുമ്പിൽ വന്ന് അതിനെ മാം തന്നെ ട്രാൻസ്ഫോം ചെയ്ത് സ്ട്രോങ് ആയ ആരുടെയെങ്കിലും എക്സ്പീരിയൻസ്, ലൈക്ക് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്ത് അത് നമ്മളെ ഓഡിയൻസിനും കൂടെ റിലേറ്റ്, അതിലൂടെ അതേ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊരു ഹെൽപ്ഫുൾ ആകും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചോദിച്ചത്. ഒരുപാട് പേരുണ്ട്. എന്ന് വെച്ചാല് നമ്മൾ പറയുന്ന ഈ ഒരു കാലത്ത് നമ്മളുടെ സൊസൈറ്റി ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം ക്യാൻസറും ട്യൂമറും ഒന്നും അല്ല. അതായത് മൈൻഡ് റിലേറ്റഡ് തന്നെയാണ്. ഓരോ മനുഷ്യനും അനുഭവിക്കുന്ന സ്ട്രെസ്, അല്ലെങ്കിൽ ഓരോ ദിവസവും കടന്നു പോകുന്നത് നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ല. ഇപ്പൊ നമ്മൾ വിചാരിക്കും വലിയ വലിയ പൊസിഷനിൽ ഇരിക്കുന്നവരാണ്, അല്ലെങ്കിൽ നല്ല തിളക്കത്തിൽ ജീവിക്കുന്നവരാണ്. പക്ഷെ അവരുടെ ഉള്ളിലെ വേദനകൾ ഉണ്ടല്ലോ, അത് പലപ്പോഴും പറയാൻ പറ്റില്ല. അതായത് ഇപ്പൊ നമുക്ക് കാണുന്ന ഈ ഫിലിം ഫീൽഡിലുള്ളവര്, അങ്ങനെയുള്ള പലരും എന്റെ ക്ലയൻസ് ആയിട്ടുണ്ട്. സീരിയലിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ, അതുപോലെ രാഷ്ട്രീയത്തിലുള്ളവര്, ഇവരുടെയൊക്കെ ചിലപ്പോൾ മക്കളുടെ പ്രശ്നമാകാം, അല്ലെങ്കിൽ അവരുടെ ഇഷ്യൂ ആകാം. ഇവരൊക്കെയും വന്ന് ആരും അറിയരുത്.
അതൊരു ഭയങ്കര വലിയൊരു കാര്യമാണ്. ആരും പ്രൈവസി. പ്രൈവസി വേണം. എന്ന് വെച്ചാൽ നമുക്കിങ്ങനെ ഒരു വിഷയം ഉണ്ടെന്നും അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന പെയിൻ ഇതാണെന്നും മറ്റൊരാൾ അറിയരുത്. എന്ന് വെച്ചാൽ അതെ. വെളിയിൽ അവർക്ക് വേറൊരു മുഖമാണ് ഉള്ളത്. അതെ, അതെ. അപ്പൊ അവരുടെ മനസ്സ് തുറന്ന് അവർ പറയുമ്പം പലപ്പോഴും നമ്മള് തന്നെ നമുക്ക് തോന്നും അയ്യോ ദൈവമേ എന്ത് പ്രതിസന്ധികളിലൂടെയാണ് ഓരോരുത്തർ കടന്നു പോകുന്നത്. പക്ഷെ അത് വെളിയിൽ അവർ അതൊന്നും കാണിക്കുന്നില്ല. കാണിക്കുന്നില്ല. അതായത് ഓരോ മനുഷ്യ ഒത്തിരി ഒത്തിരി പറയാനുണ്ട്. ഒരുപാട് സാഹചര്യങ്ങൾ. അതായത് വളരെയധികം ഒരു കേസ് എന്ന് പറഞ്ഞാൽ ഞാൻ കൂടുതലും എനിക്കൊരു വിമൻസ് ഗ്രൂപ്പ് ഉണ്ട്. ആ. അപ്പം മനസി എന്ന് പറയുന്ന അതിനകത്ത് കുറെ പ്രൊഫഷണലി ഡോക്ടേഴ്സും അഡ്വക്കേറ്റ്സും ഒക്കെ ഉണ്ട്. അപ്പൊ ഇവരൊക്കെ ആണെന്നുണ്ടെങ്കിലും അതുപോലെ ഫെർട്ടിലിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സെഷൻ ഉണ്ട്. അങ്ങനെയുള്ളവരുണ്ട്. അപ്പൊ കൂടുതലും വരുന്ന ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ഇപ്പൊ ഒരു എക്സാമ്പിൾ ഒരു ഏരിയ പറയാം. ഇപ്പോഴത്തെ കാലത്ത് ഇപ്പൊ റീസെന്റ് നിങ്ങൾ വരുന്നതിന് തൊട്ട് മുൻപുണ്ടായിരുന്ന ഒരു കാര്യമാണ്. അത് വെളിയിലാണ് ആ കുട്ടിയുള്ള ഹസ്ബൻഡും വെളിയിലാണുള്ളത്. അപ്പൊ അത് പറയുന്ന ഫെർട്ടിലിറ്റിയുടെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളുടെ അടുത്ത് വന്നിട്ടുള്ളത്. പക്ഷേ ഇപ്പോഴ് ഈ ബന്ധങ്ങളിലൊക്കെയും ചിലര് ഒരു രസത്തിന് വേണ്ടി വേറെ ബന്ധങ്ങളിലേക്ക് പോവാ. ചുമ്മാ അതൊരു രസത്തിന്. ഇപ്പം അത് നമ്മൾ ഏറ്റവും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു മാരേജ് ലൈഫില് വിശ്വാസം വളരെ പ്രധാനപ്പെട്ട ഒരു അതെ, കാര്യല്ലേ. തീർച്ചയായും. അപ്പം അതായത് പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും പുതിയൊരു എനർജി കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെന്നുണ്ടെങ്കിൽ ലൈഫിന് ഒരു ഫ്രഷ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് പുതിയ പുതിയ ബന്ധങ്ങളിലേക്ക് അങ്ങനെ പോകുന്ന ഒരുപാട് പേരുണ്ട്. ഇത് നമ്മുടെ ആണല്ലേ? സൊസൈറ്റിയിലുണ്ട്. അത് നമുക്ക് നമ്മളുടെ അടുത്ത് ഇഷ്ടം പോലെയാണ് അങ്ങനെയുള്ള കൗൺസിലിംഗ് ഒക്കെ വരുന്നത്. അപ്പൊ അപ്പുറത്ത് നിൽക്കുന്ന പാർട്ട്ണറുടെ മനസ്സ് ഒരിക്കലും ഈ വ്യക്തി കാണുന്നില്ല. ആ വിശ്വാസം തകർന്നു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അത് കൊണ്ടുവരാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കണം. അതായത് പുതുമ തേടി പോകുമ്പോൾ നമ്മളുടെ യാഥാർത്ഥ്യത്തെയാണ് നമ്മൾ മറന്നു പോകുന്നത്, അല്ലേ? റിയാലിറ്റി എന്താ ശരിക്കും നമ്മളുടെ സത്യം എന്ന് പറയുന്നത് നമ്മളുടെ കുടുംബമാണ്. ആ കുടുംബത്തിലെ സന്തോഷമാണ്, നമ്മളുടെ പാർട്ട്ണറുടെ സന്തോഷമാണ്, കുഞ്ഞുങ്ങളുടെ സന്തോഷമാണ്. ഇതൊക്കെ മറന്നിട്ട് താൽക്കാലികമായ ഒരു സുഖത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആരെങ്കിലും ഒക്കെ പുതിയ ആൾക്കാരുമായിട്ട് ചിലപ്പം അതിനകത്തൊരു കഴമ്പും ഇല്ലായിരിക്കും. ചുമ്മാ ചാറ്റ് ചെയ്യുക, ചുമ്മാതെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സംസാരിച്ചിട്ടൊരു സന്തോഷം കണ്ടെത്തുക. പക്ഷെ ഇവിടെ അപ്പുറത്ത് കാണുന്ന ഒരു വ്യക്തിയുടെ മനസ്സിലേക്ക് അത് കൊടുക്കുന്നത് ഭയങ്കര വേദനയാണ്. എന്നുവെച്ചാൽ ഈ വ്യക്തിയെ മാത്രം മനസ്സിൽ കണ്ടുകൊണ്ട് നടക്കുന്നതല്ലേ അവര്. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് പേര് ഈ ഫെർട്ടിലിറ്റി ഇഷ്യൂ ആയിട്ട് വരുന്ന സമയത്ത് നമ്മൾ അകത്തേക്ക് പോകുമ്പോഴാണ് ഇവര് തമ്മിൽ ഒരു ഇന്റിമസി ഉണ്ടാവില്ല, ഇമോഷണൽ കണക്ഷൻ ഉണ്ടാവില്ല. ഇത് ഫെർട്ടിലിറ്റി ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടേഴ്സിന് അറിയില്ല. നമ്മളുടെ അടുത്ത് ഇത് വരുമ്പോഴാണ് നമ്മൾ ഇതിന്റെ കാരണം തേടി ചോദിച്ചു പോകുമ്പോഴാണ് ഇവർ മനസ്സ് തുറക്കുന്നത്. പിന്നെ അങ്ങനെ ഒരു ഇമോഷണൽ ഇന്റിമസി ഇല്ലാതെ എങ്ങനെയാണ് ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസ് ഉണ്ടാവില്ലേ. അപ്പൊ അവര് പറയും പറ്റില്ല എന്നുള്ളൊരു അവസ്ഥ വരും. അങ്ങനെയുള്ളവരെ നമ്മൾ രണ്ടുപേരും വില്ലിങ് ആണെങ്കിൽ അവരെ രണ്ടുപേരെയും കൂടെ സംസാരിച്ച് മനസ്സിലാക്കി കൊടുത്തുവിടും. ചില കേസുകളുണ്ട് അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ബന്ധം മുറിക്കാൻ പറ്റില്ല, എങ്ങനെയെങ്കിലും ജീവിച്ചേ പറ്റുള്ളൂ. പക്ഷെ ഈ വ്യക്തി മാറില്ല, ഈ വ്യക്തിയുടെ സ്വഭാവം ഇങ്ങനെയാ, ചുമ്മാതെ ഇങ്ങനെ ചാറ്റ് ചെയ്യുക, ഇങ്ങനെ ഇപ്പൊ ഒരുപാട് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ പോവുക. അപ്പൊ അവസാനം അവർക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു വ്യക്തിയെ നമുക്ക് ഒരിക്കലും വേറൊരു വ്യക്തിയെ മാറ്റാൻ പറ്റില്ല, അല്ലെ? നമ്മൾ വിചാരിക്കും നമ്മുടെ മക്കളെ പോലും അവരുടെ ചിന്തകള് കാഴ്ചപ്പാടുകൾ എല്ലാം വ്യത്യസ്തമാണ്. അപ്പൊ നമ്മളൊരു കല്യാണം കഴിച്ചു ചെന്നിട്ട് ഇത്രയും വർഷം ഇങ്ങനെ ജീവിച്ച ഒരു വ്യക്തിയെ നമ്മളുടേതായിട്ടുള്ള രീതിയിലേക്ക് മാറ്റിക്കൊണ്ടുവരാൻ അവരുടെ മൂല്യങ്ങളുണ്ട്, അവരുടെ വിശ്വാസങ്ങളുണ്ട്, കാഴ്ചപ്പാടുകളുണ്ട്. അപ്പം അവിടെ എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. എനിക്കിത് പ്രയാസമാണ്, അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരുപാട് അത് സ്ട്രെസ് തരുന്നു, വിഷമങ്ങൾ തരുന്നു എന്ന് അപ്പുറത്തെ വ്യക്തിക്ക് നമ്മളോട് സ്നേഹം ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ അവർക്ക് പറ്റും. അത് ആ ഒരു ബോധം ഉണ്ടാവണം. അതായത് നമ്മളുടെ കുടുംബത്തോടുള്ള ആ ഒരു സ്നേഹം ഉണ്ടെങ്കിൽ, ആ ബോധം ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ, അത് മനസ്സിലാക്കി പോകാം. ഇല്ലാതെ ചിലയിടത്ത് സംഭവിക്കുന്ന എന്താന്ന് വെച്ചാൽ അപ്പുറത്തുള്ള മനുഷ്യന് ആ ബോധം ഇല്ല, അയാൾക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പെൺകുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയല്ല ചെയ്യേണ്ടത്. ആ പെൺകുട്ടി സ്വയം തന്നിലേക്ക് നോക്കുക. അല്ലാതെ നമ്മൾ കരഞ്ഞുകൊണ്ട് എൻ്റെ ജീവിതം ഇങ്ങനെയായല്ലോ, ഇനി എനിക്ക് ജീവിതം ഇല്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. നമ്മൾ സ്വയം സ്നേഹിക്കാൻ തുടങ്ങണം. നമ്മൾ സ്വയം സ്നേഹിക്കാൻ തുടങ്ങുമ്പം സ്വന്തം ജീവിതത്തിന്റെ വാല്യൂ മനസ്സിലാക്കാൻ തുടങ്ങണം. അതായത് എൻ്റെ ജീവിതം കൊണ്ടൊരു അർത്ഥമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞിട്ട് അതിനാവശ്യമായ കാര്യങ്ങൾ ചെയ്യണം. അപ്പൊ എപ്പോഴും നാം പറയുന്ന ഒരു കാര്യമാണ്, സ്ത്രീകളോട് എസ്പെഷ്യലി നമ്മളുടെ ഗ്രൂപ്പിൽ പറയും, സെൽഫ് ലവ് വളരെ ഇമ്പോർട്ടൻ്റാ. സ്വയം സ്നേഹിക്കുക, സ്വന്തം ഇഷ്ടങ്ങള് പ്രധാനമാണ്, സ്വന്തം ജീവിതത്തിന്റെ മൂല്യം സ്വയം തിരിച്ചറിയുക. അങ്ങനെ ആവുമ്പോ എന്ത് ചെയ്യുന്നറിയാമോ, ഒരു സെൽഫ് റെസ്പെക്ട് ഉണ്ടാവും, അല്ലെ? നമുക്കൊരു വാല്യൂ കൊടുക്കുന്നു, അപ്പൊ ഒരു സെൽഫ് റെസ്പെക്ട് ആണ്. ഫെമിനിസം ഒന്നും അല്ല കേട്ടോ. എന്ന് വെച്ചാൽ അങ്ങനെ ഒന്നും ഞാൻ പറയില്ല. എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവരെയും മനസ്സിലാക്കി എല്ലാവരും കൂടി ഒത്തുചേർന്ന് പോകുമ്പോഴാണ് ആ ഹാർമോണി ഉണ്ടാവുന്നത്. അപ്പൊ എന്താ ചെയ്യേണ്ടത്,
ചെയ്യേണ്ടത് സെൽഫ് റെസ്പെക്ട് ഉണ്ടാവും, സ്വയം വാല്യൂ ഉണ്ടാവും, സ്വന്തം വാക്കുകൾക്ക് പ്രവൃത്തികൾക്കൊക്കെ ഒരു വിലയുണ്ടാവും. ആ വിലയുണ്ടാവുമ്പോൾ നമ്മളിൽ തന്നെ ഒരു ആത്മവിശ്വാസം അതെ ഉണ്ടാവും. അതെ അതെ ആ ആത്മവിശ്വാസം കൊണ്ട് നമുക്ക് ജീവിതത്തിൽ നേടാൻ കഴിയും പലതും. അല്ലാതെ അപ്പുറത്തെ വ്യക്തി എന്നെ സ്നേഹിക്കുന്നത്, പെണ്ണാണെങ്കിലും ആണാണെങ്കിലും ഇപ്പൊ ആണുങ്ങളും ഇങ്ങനെ ഫേസ് ചെയ്യുന്നുണ്ട്. അതെ തീർച്ചയായും പലരും വിളിക്കാറുണ്ട്, അപ്പൊ പറയാറുണ്ട് ഇങ്ങനെ ഭാര്യ ഇങ്ങനെയാണ് അങ്ങനെയാണ്. അപ്പൊ നമ്മൾ പറയുന്നത് ഭാര്യനെ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യൂ. നിങ്ങൾക്ക് പരസ്പരം തന്നെ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ അതിനൊരു ഗൈഡൻസ് എടുക്കൂ, വേറൊരു അതെ വ്യക്തിയുടെ അതെ മുൻപിൽ ഇരുന്നിട്ട് അത് ആ ഒരു രീതിയിലേക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിലും വേറൊരാൾക്ക് ചിലപ്പോൾ ഗൈഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. എന്നിട്ടും നടക്കുന്നില്ലെങ്കിൽ സ്വന്തം ഇതിലേക്ക് ഫോക്കസ് ചെയ്യൂ. ജീവിതം ഒരിക്കലും നശിപ്പിച്ച് കളയരുത്. അവര് കാരണം ഒരിക്കലും അങ്ങനെ പറയരുത്. ബിക്കോസ് നമ്മുടെ ജീവിതത്തിന്റെ റെസ്പോൺസിബിലിറ്റി നമുക്ക് മാത്രമാണ്. അതെ അല്ലെ, നമ്മൾ തന്നെയാ വന്നത്. ആ ജീവിതത്തിന് ഒരു പർപ്പസ് ഉണ്ട്. അപ്പം ടേക്ക് റെസ്പോൺസിബിലിറ്റി ഓഫ് യുവർ ലൈഫ്. അത് വളരെ പ്രധാനമാണ്. അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക, നമ്മുടെ പേഴ്സണലി ഉള്ള എല്ലാ കഴിവുകളെ കൂട്ടുക, നമ്മുടെ ഇഷ്ടങ്ങളിലേക്ക് തിരിയുക. അങ്ങനെ ചെയ്യുമ്പോഴേ ഈ ജീവിതം ഒന്നും നശിപ്പിച്ച് കളയില്ല ആരും. അല്ലേ? അതെ അല്ലേ? അങ്ങനെ ചെയ്യില്ല. ആത്മഹത്യകൾ കുറയും. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിലേക്കാണ് മനുഷ്യർ പോകേണ്ടത്. ഇങ്ങനെയുള്ള ഒരുപാട് കേസുകൾ വന്നിട്ടുണ്ട്. പിന്നെ മക്കളെ സ്നേഹിക്കാത്തതിന്റെ പേരിൽ ഈ കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് ചൈൽഡ്ഹുഡിൽ കിട്ടുന്ന ഓരോ കാര്യങ്ങളും ഒരു മനുഷ്യന്റെ ജീവിതത്തിനെ തീരുമാനിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഞാനിങ്ങനെ കോളേജുകളിലൊക്കെ ക്ലാസ് എടുക്കാൻ കോളേജ് കൗൺസിലറും ആയിരുന്നു, ISRBയുടെ കോളേജ് കൗൺസിലറും ഒക്കെ ആയിരുന്നേ. അപ്പൊ ഞാനിങ്ങനെ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് ക്ലാസ് എടുക്കാൻ പോയി. അവിടെ ക്ലാസ് എടുക്കാൻ പോയപ്പോൾ ഞാൻ അവസാനം എന്റെ നമ്പർ കൊടുക്കും, നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് അയക്കുകയോ വിളിക്കുകയോ ചെയ്തോളൂ എന്നുള്ള രീതിയിൽ. ബിക്കോസ് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ മനസ്സിന്റെ ശക്തിയെക്കുറിച്ചും നമ്മുടെ ജീവിതത്തിന്റെ മൂല്യങ്ങളെക്കുറിച്ചും ഒരു 10-45 വയസ്സായിട്ടല്ല അറിയേണ്ടത്, കുട്ടികൾ അറിയണം. അല്ലെ? അപ്പൊ തെറ്റിപ്പോയില്ല, ലഹരിക്ക് പോയില്ല, ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് പോയില്ല. ഞാൻ മുമ്പേ പറഞ്ഞ സെൽഫ് ലവ്, സെൽഫ് എസ്റ്റീം, സെൽഫ് കോൺഫിഡൻസ്, ഈ 3 കാര്യങ്ങളും കൂടെ കണക്ട് ചെയ്താൽ അവരവരുടെ ജീവിതത്തിൽ എത്തിച്ചേരും ഒരിടത്ത്. അല്ലെ? അപ്പൊ ആ രീതിയിലൊക്കെ ക്ലാസ് ഒക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വന്നപ്പോൾ അന്ന് രാത്രിയിൽ എനിക്കൊരു മെസ്സേജ് വന്നു. അതിലിങ്ങനെ കൈ മൊത്തം ഇങ്ങനെ മുറിച്ചിട്ട് ചോര ഒഴുകുന്ന ഒരു ഫോട്ടോ. അപ്പോ രാത്രിയിൽ ഇങ്ങനെ ഒരു പൂച്ചയുടെ പടമാണ് പ്രൊഫൈലിലുള്ളത്. അപ്പൊ ഞാനത് അതങ്ങ് വിട്ടു. ചുമ്മാ ആരെങ്കിലും തമാശ കിട്ടുകയാണെന്ന് വെച്ചിട്ട്. പിന്നെ അടുത്ത ദിവസം ഇതുപോലെ അത് വേറൊരു ഭാഗം, കൈയുടെ വേറൊരു ഭാഗം മുറിച്ചിട്ട് ഇതുപോലെ ബ്ലഡ് ഇങ്ങനെ ഇങ്ങനെ നമുക്കത് കാണാം ഇങ്ങനെ പൊങ്ങി. അപ്പൊ ഞാൻ 2-3 ദിവസം ആയി കഴിഞ്ഞപ്പോൾ ഞാൻ വിളിച്ചു ആ നമ്പറിലേക്ക്. എന്നിട്ട് ഞാൻ ചോദിച്ചു ഇത് ആരാ ഇത്? അന്നേരം പറഞ്ഞു മാം അന്ന് വന്ന കോളേജിലാണ്, എന്റെ പേര് ഇന്നതാണ്, ഞാൻ അവിടെ ഫസ്റ്റ് ഇയറിന് പഠിക്കുന്ന ഒരു കുട്ടിയാ. അപ്പൊ ആ കുട്ടി പറഞ്ഞ എന്താന്ന് വെച്ചാൽ എനിക്ക് പലപ്പോഴും എന്നെ തന്നെ ഇങ്ങനെ വേദനിപ്പിക്കണം, ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ മുറിച്ചിട്ട് ആ വേദന അനുഭവിക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത് സെൽഫ് ഹാം എന്ന് നമ്മൾ പറയും. അതൊരു ബിഹേവിയറൽ ഡിസോർഡർ ആണ്. ആ വേദന എനിക്കൊരു എനിക്ക് അങ്ങനെ സ്ട്രെസ് കൂടുന്ന സമയത്ത് അപ്പം ഇതിനൊരു കാരണം ഉണ്ടാവും. ഈ കുട്ടി ഇങ്ങനെ സ്വന്തം ശരീരത്തിനെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ മനസ്സ് അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ മനസ്സിനേറ്റ എന്തോ ഒരു മുറിവാണ് അതിന് കാരണം. അപ്പൊ ഞാൻ പറഞ്ഞു മോളൊരു കാര്യം ചെയ്യുക, അത് അന്ന് എനിക്ക് തിരുവല്ലയാണ് കൺസൾട്ടേഷൻ ഉണ്ടായിരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു മോൾ ആരെങ്കിലും പേരൻസിനെ ആരെങ്കിലും കൂട്ടി എൻ്റെ അടുത്തുനിന്ന് വായു, നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു എന്റെ വീട്ടില് ഞാൻ ആരോടും ഇത് പറഞ്ഞിട്ടില്ല, ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്, എന്റെ വീട്ടിൽ ആർക്കും അറിയില്ല, അമ്മയ്ക്ക് ഒരുപാട് അസുഖമുണ്ട്, അച്ഛൻ വെളിയിലാണ്, അമ്മയോട് ഇത് പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു പക്ഷെ നമുക്ക് ഉത്തരവാദിത്തമുള്ള ആരെങ്കിലും വേണമല്ലോ, ഇതൊക്കെ സൂയിസൈഡൽ ടെൻഡൻസി ഉള്ള കുട്ടിയല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു എങ്ങനെയെങ്കിലും മുഴുവാ ആരെങ്കിലും ഒരാളെ കൂട്ടു. പക്ഷെ ഞാൻ ഇങ്ങനെ മനസ്സിൽ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, എങ്ങനെയെങ്കിലും ഒന്ന് വരാൻ പറ്റിയിരുന്നെങ്കിൽ അതിന്. എന്നുവെച്ചാൽ അത്രയും വേദനിപ്പിക്കണം ശരീരം എന്നുണ്ടെങ്കിൽ അതിന്റെ മനസ്സിനും അതുപോലെ വേദന ഉണ്ടാവൂലേ. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം അതൊരു ദിവസം വന്നു എൻ്റെ അടുത്ത്, അതിന്റെ കൂടെ അമ്മയുണ്ടായിരുന്നേ. അപ്പൊ ഞാൻ ആ അമ്മയെ നോക്കിയപ്പോ നമ്മൾ അറിയത്തില്ലേ, ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട പോലെ ഒരു കണ്ണാ ആ അമ്മയുടെ കണ്ണില്. ഒരു പ്രതീക്ഷയില്ലാത്ത ഒരു ചത്തു മരവിച്ച ഒരു കണ്ണുകൾ. അപ്പൊ തന്നെ അറിയാം അവരുടെ ജീവിതം എങ്ങനെയായിരിക്കും എന്നുള്ളത്. അപ്പൊ അത് ഞാൻ അമ്മയോട് സംസാരിച്ചു. അമ്മ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോ പറഞ്ഞു ജീവിക്കുവാന്നേ ഉള്ളൂ, മരിക്കാൻ പേടിയായതുകൊണ്ട് ഞാൻ ജീവിക്കുവാന്ന് പറഞ്ഞു. അപ്പൊ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഹസ്ബൻഡ് അങ്ങ് വെളിയിലാണ്, ഹസ്ബൻഡിന്റെ അച്ഛന്റെ കൂടെയാണ് ഇവിടെ താമസം, 2 പെൺകുട്ടികളാണ്. അപ്പൊ ഈ കേസ് പറയാനുള്ളൊരു കാരണം എന്താന്ന് വെച്ചാൽ ഇത് ഒരുപാട് ആ കുട്ടി തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, മാം ഇത് പറയണം, ഇങ്ങനെയുള്ള ഒരുപാട് വിഷമിച്ച് കിടക്കുന്ന ഒരുപാട് പേർക്കുണ്ടെങ്കിൽ ഇത് അവരിലേക്ക് എത്തണം. അത് എന്തുകൊണ്ടാണെന്നും കൂടി ഞാൻ പറയാം. അപ്പം ഇതിങ്ങനെ പറഞ്ഞു. അപ്പൊ പറയുന്നത് ഹസ്ബൻഡിന്റെ അച്ഛനാണ് എല്ലാം തീരുമാനം. ഇപ്പൊ കുട്ടിക്കാലത്ത് തൊട്ട് ഭയങ്കര കൺട്രോളാണ്. സ്വത്തല്ല അച്ഛന്റെ പേരില, അതായത് അപ്പൂപ്പന്റെ പേരില. അപ്പൊ അച്ഛൻ ഇതിനകത്ത് ഒരു പിടിയില്ല, അച്ഛന് വോയിസ് ഇല്ല, അച്ഛനങ്ങ് വെളിയിൽ പോയി കിടക്കുക. അപ്പൊ ഈ അമ്മയെ ഫുള്ള് നിയന്ത്രിക്കുന്നതും ഈ
കുടുംബത്തിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഗ്രാൻഡ് ഫാദർ ആണ്. ഉം. ഈ കുട്ടികളെ വെളിയിലേക്ക് ഇറക്കില്ല. ഈ കുട്ടികളൊക്കെ ഡാൻസ് പഠിക്കണം എന്നുണ്ട്, പലതും ഇഷ്ടമുള്ള കുട്ടികളാ, പക്ഷെ ഒന്നും ചെയ്യാൻ സമ്മതിച്ചില്ല. അവരുടെ ആഗ്രഹങ്ങൾ ഒന്നും സാധിച്ചു കൊടുത്തില്ല. അമ്മയ്ക്കും ഒന്ന് ജീവിക്കാൻ പറ്റിയിട്ടില്ല ഹസ്ബൻഡിന്റെ കൂടെ. അത്രേ ഉള്ളൂ ഹസ്ബൻഡിന്റെ ആ ഒരു ഇത്. ഉം. ഒരു കെയറും കിട്ടിയിട്ടില്ല. അപ്പൊ എങ്ങനെയൊക്കെയോ ജീവിച്ചു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ അമ്മയ്ക്ക് ഈ മക്കളെ സ്നേഹിക്കാൻ കഴിഞ്ഞില്ല. സ്നേഹം പ്രകടിപ്പിക്കാനോ ചേർത്ത് പിടിക്കാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഈ കുട്ടിക്ക് സ്നേഹം കിട്ടാതെ വളർന്നു. സ്വന്തം ഇഷ്ടങ്ങൾ നടക്കാതെ ഒരു എന്താ പറയാ, ഒരു രാവണക്കോട്ടയ്ക്കകത്ത് കഴിഞ്ഞൊരു ഉം. കുട്ടിയാ. ഉം. അത് കോളേജിൽ എഞ്ചിനീയറിംഗിന് ചെന്ന സമയത്ത് ഭയങ്കര ഫ്രീഡായി ഹോസ്റ്റലില്. ഓ. അപ്പൊ അത് ശരിക്കും എൻജോയ് ചെയ്തു. ആൺകുട്ടികളുടെ കൂടെ കറക്കം, ഉം. എന്തൊക്കെ ലൈഫിൽ എൻജോയ് ചെയ്യാൻ പറ്റുമോ അങ്ങനെ. ഏറ്റവും പ്രശ്നക്കാരനായിട്ടുള്ള ഒരു പയ്യനുമായിട്ട് ബന്ധം ഉണ്ടായി. ഉം. അപ്പൊ ആ കുട്ടിയും പലതരം, ആ ആൺകുട്ടിയും ഓക്കെ. ഒരുതരം ഗുണ്ടാ സ്വഭാവമുള്ള കുട്ടിയാണ്. ഓ. അപ്പൊ അവനും ഒരു നാർസിസ്റ്റ് സ്വഭാവം, അവനിൽ നിന്നും കുറെ പെയിൻ ഉണ്ടായി. അപ്പൊ ഇതെല്ലാം കൂടി വന്നു കഴിഞ്ഞപ്പോൾ സിഗരറ്റ് വരെ വലിക്കുമായിരുന്നു. അപ്പൊ ഞാൻ അവിടെയുള്ള സ്കൂളിലെ ആ കോളേജിലെ ടീച്ചേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. എന്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അവിടെ. അപ്പൊ അവര് പറയുന്നത്, രഞ്ജു നോക്കണ്ട, ആ കുട്ടി ശരിയാവുന്ന ഒന്നും അല്ല, വിട്ടേരെ അതിനെ, നമുക്ക് സസ്പെൻഷൻ കൊടുത്ത് ചിലപ്പം വിടാനുള്ള കേസാ അതെന്ന് പറഞ്ഞു. ഉം. അപ്പോഴേ എനിക്കൊരു സങ്കടമായിരുന്നു ഉം. അതിനെ. അപ്പൊ ഞാൻ എന്നിട്ട് ആ അമ്മയോട് ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് അമ്മ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ കുറെ കാര്യങ്ങൾ അമ്മയോട് ഇങ്ങനെ സംസാരിച്ചു. പിന്നെ മോളുടെ കാര്യം ഇതാണ്. പക്ഷെ അമ്മയ്ക്ക് അറിയില്ല ഉം. ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഈ കുട്ടിക്കുണ്ടെന്നൊന്നും അറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ്, അമ്മയുടെ ഉള്ളിൽ സ്നേഹം ഉണ്ടായാ പോരാ, അത് ആ കുഞ്ഞ് അറിയണം. അതെ. ഇത്ര വർഷങ്ങളായിട്ട് എന്ന് വെച്ചാൽ എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന ഒരു കുട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 19-20 വയസ്സുണ്ട്. അതെ. ഈ പ്രായമുള്ള ഒരു കുട്ടിക്ക് ഇതുവരെ സ്നേഹം എന്താന്ന് തിരിച്ചറിയാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അവള് സ്നേഹത്തിന് വേണ്ടി മറ്റുള്ളവരുടെ പുറകിന് പോകുന്നതിനകത്ത് കുഴപ്പമുണ്ടോ? പക്ഷെ നമ്മുടെയൊക്കെ മനസ്സിന് സ്നേഹം വേണം, പരിഗണന വേണം, അപ്രീസിയേഷൻ വേണം. ഇതൊന്നും കിട്ടാഞ്ഞപ്പം മനസ്സിങ്ങനെ പോകും. ഇപ്പൊ ഉള്ള പല പെൺകുട്ടികളും ഇങ്ങനെ അതുപോലെ തന്നെ എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഉണ്ടാവുന്നു. എന്താണ് കാരണം എന്ന് ചിന്തിക്കുമ്പം നമുക്കറിയാൻ പറ്റും നമ്മുടെ മനസ്സിന് ആ ആവശ്യമുള്ള ആ ഒരു കെയറോ അല്ലെങ്കിൽ അതൊന്നും കിട്ടുന്നില്ല. അപ്പൊ അത് കിട്ടുന്നിടത്തേക്ക് മനസ്സ് ചായുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കൂടെയുള്ളവരെ ഒന്ന് കേൾക്കാനും പരിഗണിക്കാനും, ഈ ലോകം നന്നാക്കാൻ നടക്കുന്ന പലരും ഉണ്ട്. പക്ഷെ അവര് സ്വന്തം വീട്ടിലെ നന്നാക്കില്ല. എന്ന് വെച്ചാൽ അവരെ കേക്കില്ല. അങ്ങനെ ഒത്തിരി അമ്മമാരുണ്ട്. പറയാൻ വന്നാൽ ഒരുപാട് കാര്യങ്ങളാ കഥകളുണ്ട്. നമ്മളിങ്ങനെ ഈ സൊസൈറ്റിയിൽ ഉള്ളതേ. അപ്പൊ ഇങ്ങനെ അമ്മയോട് സംസാരിച്ച് കുറെ അത് കഴിഞ്ഞിട്ട് മോളോട് എന്നിട്ട് ഞാൻ പറഞ്ഞൊരു കാര്യം, അമ്മ ആദ്യമായിട്ട് ആ കുഞ്ഞിനെ കണ്ട സമയത്ത് എങ്ങനെയാ ചേർത്ത് പിടിച്ചത്? നമ്മൾ കുഞ്ഞുങ്ങളെ അതിങ്ങനെ നമ്മളൊരു അതെ. അതെ. അത്രയും ഉം. ഇതോടുകൂടിയില്ലേ, അതുപോലെ ആ കുഞ്ഞിനെ ഒന്ന് ഹഗ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മുമ്പിൽ നിന്ന് ആ കുഞ്ഞ് ആദ്യമായിട്ടാണ് അവളെ ഹഗ് ചെയ്യുന്നത്. അവളുടെ ഓർമ്മ വന്നതിന് ശേഷം ഈ അമ്മ ആദ്യമായിട്ടൊന്ന് കെട്ടിപ്പിടിക്കുക. എന്നിട്ട് രണ്ടുപേരും കൂടെ എന്റെ മുമ്പിൽ നിന്ന് കരഞ്ഞത് എനിക്ക് ഇപ്പോഴും ഉണ്ട്. എത്ര സമയാന്നറിയാമോ? അതാണ് ഫസ്റ്റ് തെറാപ്പി. നമ്മൾ വേറെ ഒന്നും ചെയ്യണ്ട. അവിടെ നമ്മളുടെ ഒരു ഹഗ്ഗിന് പോലും പ്രാധാന്യമുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളെ ഒന്ന് ഒന്ന് കെട്ടിപ്പിടിക്കണം എന്ന് പറയുന്നത് കാരണമുണ്ട്. അതെ. അതായത് ഈ ആൺകുട്ടികളൊക്കെ ഇച്ചിരി വലുതായി കഴിഞ്ഞാൽ പിന്നെ അമ്മമാരൊന്ന് തൊടുവോ? ഈ അതെ. കുട്ടികൾ പോയിന്ന് പിടിക്കാൻ നേരത്ത് അമ്മമാരോട് മാറടാ എന്ന് പറയും. അങ്ങനെയല്ല. അതിലൊരു എന്താ പറയാ, നമ്മളുടെ ഒരു സൈക്കോളജി ഉണ്ട്. ആൺകുഞ്ഞുങ്ങള് പെൺ ഈ സ്ത്രീകളെ ഇപ്പം നമ്മൾ പറയത്തില്ലേ ബഹുമാനിക്കുന്നില്ല അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നു. അത് മാറ്റാനുള്ള ഒരു വഴി എന്ന് വെച്ചാൽ ഒരു അമ്മ എങ്ങനെയാണ് തന്റെ ആൺകുഞ്ഞിനെ വളർത്തുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു അതെ. കാരണമാണ്. അതെ. ആ കുഞ്ഞിന്റെ ഒരു ടീനേജ് പ്രായം ആകുമ്പോഴത്തേക്ക് അവനിൽ ആ ബോഡി ചേഞ്ചസ് ഉണ്ടാകുമ്പോൾ അമ്മയുടെ ഹഗ്, അമ്മ അവനെ ചേർത്ത് പിടിക്കുന്നത്, ഇതെല്ലാം ആ കുഞ്ഞില് സ്ത്രീകളോടുള്ള ഒരു കാഴ്ചപ്പാടും കൂടിയാ മാറ്റം. ഉം. കൊടുക്കുന്നത്. ആ സ്ത്രീയെ സംരക്ഷിക്കേണ്ടതാണെന്നും ഉം. അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ബഹുമാനം ഒക്കെ ആ കുഞ്ഞിലേക്ക് കൊടുക്കാൻ ഒരു അമ്മയ്ക്ക് പറ്റും. അതുപോലെയാണ് നമ്മളുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പറയാറുണ്ട്. ഇപ്പൊ രാവിലെ എഴുന്നേൽക്കുമ്പം ആ കുഞ്ഞുങ്ങളുടെ ബെഡിൽ പോയിട്ട് അവർക്കൊരു ഉമ്മ കൊടുക്കുക, സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഒന്ന് പിടിക്കുക, രാത്രിയിൽ കിടക്കാൻ നേരത്തെ ഒന്ന് ഇങ്ങനെ അതൊക്കെ നൽകുന്ന ആ ഒരു, നമ്മൾ പറയും ഹാപ്പിനെസ് ഉണ്ട്. കെമിക്കൽസ് ആണ്. അവരുടെ അതെ. ബോഡിയിൽ ഹാപ്പിനെസ് കെമിക്കൽസ് കൊടുക്കുന്നുണ്ട്. പക്ഷെ നമുക്കൊന്നും അതിന് സമയമില്ല. മാത്രമല്ല പലരും ചെയ്യാറുമില്ല. ചിലർക്ക് ചമ്മലാണ്. ചമ്മലാണ് അതെ. അമ്മമാർക്ക്. ഇച്ചിരി വലിയ കുട്ടികളെ ഒന്ന് ഇങ്ങനെ ചെയ്തു പിടിക്കാൻ. ഇപ്പൊ ഈ കോളേജില് ഈ ആൺകുട്ടികളോട് ഞാൻ ചോദിക്കും, എടാ അമ്മമാരെ ഹഗ് ചെയ്യാറുണ്ട്? ഓ അവർക്ക് എന്തോ ഒരു ഭയങ്കര ഇതുപോലെയാ, നാണം പോലെ. നാണം പോലെ, ഉം. അതൊക്കെ എന്തോ ഒരു ഇതുപോലെ. പക്ഷെ എന്റെ അമ്മയാണത്. അപ്പൊ ആ അമ്മയിൽ നിന്ന് അപ്പൊ ആ ചേർത്ത് പിടിക്കലില് ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. അതെ. അതെ. അപ്പൊ അത് അവരുടെ വളർച്ചയ്ക്ക് അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള അവർക്കൊരു കരുത്ത് കിട്ടണം എന്നുണ്ടെങ്കിൽ, ആ ഒരു വൈകാരികമായ തലത്തിൽ ഒരുപാട് ഇത് കിട്ടണം എന്നുണ്ടെങ്കിൽ ആ അതെ. അമ്മയുടെ കെയറിങ്, അമ്മയുടെ ടച്ച് പോലും വളരെ പ്രധാനമാണ്. അതെ. അപ്പൊ ഇങ്ങനെയൊക്കെ വളർന്നാൽ മാത്രം അങ്ങനെ വളരുമ്പോഴാണ് നമുക്ക് മാനസികമായിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഉം. ഒരു രീതിയിൽ വരാൻ പറ്റുന്നത്. ഉം. അപ്പൊ ഈ കുട്ടിയോട് അപ്പൊ പറഞ്ഞു. എന്നിട്ട് ഞാനിങ്ങനെ പറഞ്ഞു കൊടുത്തു അമ്മയുടെ അവസ്ഥ മോള് മനസ്സിലാക്കുക, മോളെ അമ്മ മനസ്സിലാക്കുക. പക്ഷെ കുറേ സെഷനിലൂടെ അവളെ മാറ്റിയെടുക്കാൻ പറ്റി.
ഏറ്റവും വലിയ സന്തോഷം ഇപ്പോഴും ഞങ്ങൾ തമ്മിൽ കോണ്ടാക്ട് ഉണ്ട്. ഇപ്പൊ അവള് കാനഡയിലാണ്, ആ. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. ആഹാ. അതിനുശേഷം കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് എൻഗേജ്മെന്റ് എല്ലാം കഴിഞ്ഞിട്ട് പോയി. ഒക്കെ ഭയങ്കര സന്തോഷം. ഇങ്ങനെയുള്ള ഒരുപാട് ജീവിതങ്ങളുണ്ട്. അത് ഓരോരുത്തരും പറയും അത്. എന്നുവെച്ചാ അപ്പൊ നമ്മളെന്ന് വെച്ചാൽ ആ കറക്റ്റ് സമയത്തിന് ഒരു നമ്മുടെ അടുക്കലേക്ക് എത്തിയ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മളെ പോലെയുള്ള ഒരുപാട് പേരുടെ അടുക്കലേക്ക് എത്തുമ്പോൾ പല ജീവിതങ്ങളും രക്ഷപ്പെടും. പക്ഷെ ആ തുറന്നു പറയാനുള്ളൊരു മനസ്സുണ്ടാകണം. ഞാൻ അനുഭവിക്കുന്ന പ്രശ്നം ഇതാണ്. അന്ന് ആ കുട്ടി എന്നോടത് പറഞ്ഞത് കൊണ്ടാണ് എനിക്ക് അതെ, അതെ, എന്തെങ്കിലും അതെ, ചെയ്യാൻ അതെ. പറ്റിയിരുന്നത്. അപ്പൊ തീർച്ചയായും. ഇതുപോലെ നമ്മുടെ ചുറ്റിനുമുള്ള മനുഷ്യരെ നമുക്കൊന്ന് കേൾക്കാനും നമുക്കൊന്ന് പരിഗണിക്കാനും അറിയാനും കഴിഞ്ഞാൽ തന്നെ എത്രയോ മനസ്സുകളെ നമുക്ക് സൗഖ്യമാക്കാൻ പറ്റും. അതെ. ശരിക്കില്ലേ ഈ എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ് ചെയ്യുന്നവരെ നമ്മള് സൈക്കോളജിക്കലായിട്ട് തിരിച്ചു വിളിക്കേണ്ട ആവശ്യമുണ്ട്? അവർക്ക് അവര് അതെന്താണ് പല കാരണങ്ങളിലുണ്ടാവും. ഈ എക്സ്ട്രാ മാരിറ്റൽ എല്ലാം അതിന് പുറകിലൊരു റീസൺ ഉണ്ടാവും. ചിലപ്പോൾ ഇവര് തമ്മിലുള്ള ചിലർക്ക് അതൊരു ഹോർമോണൽ ഇഷ്യൂ ആണ്. ചിലർക്ക് അതെന്ന് വെച്ചാൽ അവരുടെ ഹോർമോൺസിലുള്ള ഇതുകൊണ്ട് തന്നെ ചിലപ്പോൾ അവർക്ക് അത് നിയന്ത്രിക്കാൻ പറ്റാത്തൊരിത് വന്ന് പലരോടുമുള്ള അട്രാക്ഷൻ, അതും കുട്ടിക്കാലത്ത് കിട്ടുന്ന ചൈൽഡ് അബ്യൂസുമായിട്ടും ബന്ധമുണ്ട്. കുട്ടിക്കാലത്ത് ഇങ്ങനെ എന്തെങ്കിലും ഒരു അബ്യൂസ് ചെയ്യപ്പെട്ടൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവരിൽ അങ്ങനെയുള്ളൊരു ത്വരയുണ്ടാവും. അത് കുട്ടിക്കാലം ഒരു പങ്കുണ്ട് എന്ന് ഞാൻ പറയുന്നതിന് കാരണം അതാ. അങ്ങനെയുള്ളവര് വലുതായാലും ചിലപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകാനുള്ള ഒരു ടെൻഡൻസി പക്ഷെ ഉണ്ട്. അങ്ങനെ ഒരു അബ്യൂസ് ഉണ്ടായാൽ നമുക്ക് അതിനോടൊരു ഇതല്ലേ അല്ല, ഉണ്ടാവുക? ചിലർക്കതുണ്ട്. രണ്ട് കേസ് സംഭവിക്കാം. ചിലർക്ക് അതിനോട് ഭയം വരാം. ചിലർക്ക് അതിനോടൊരു ഒരു വല്ലാത്തൊരു അഡിക്ഷൻ ഉണ്ടാകാം. അങ്ങനെ പോകുന്ന ചിലരുണ്ട്. അതായത് നമ്മളുടെ അടുത്ത് വന്ന കേസുകളിൽ നമ്മൾ നോക്കുമല്ലോ, സംസാരിക്കും. ഓരോന്നോരോന്ന് ഇങ്ങനെ പല കേസുകൾ റെഫർ ചെയ്തതിൽ നിന്നും പലതും കണ്ടേക്കുന്നത് ഇങ്ങനെയുള്ളവരിലാണ്. ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഭയമുള്ളവരും ഉണ്ട്. പിന്നെയുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഇതൊരു ഇവര് തമ്മിലുള്ള ഒരു ഇമോഷണൽ ഇന്റിമസി കുറയുമ്പോഴാണ് വേറൊരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്നത് കാര്യമുണ്ട്. അതായത് കെയർ ചെയ്യുന്നില്ല. കെയർ ചെയ്യാതെ ഹസ്ബൻഡ് സ്വന്തം ഇത് നോക്കി പോവാണ്. ജോലി അവർക്ക് പ്രധാനം അവരുടെ ജോലി ജോലി. അങ്ങനെയുള്ള കാര്യമല്ലേ. അപ്പൊ അവർ അതിലേക്ക് ഫോക്കസ് ചെയ്തു പോകുന്നു. ഈ വീട്ടിലുള്ള ആൾക്ക് പരിഗണന കൊടുക്കുന്നില്ല. അപ്പം പരിഗണിക്കാൻ സമയമുള്ള ആരെങ്കിലും സുഖമാണോ, കഴിച്ചോ, കുടിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് മനസ്സിന് വേണ്ടത് അതേ അതെ, അതെ, ഉള്ളൂ. അതെ, അതെ. അപ്പത്തേക്ക് അവിടെ വീണു. അപ്പൊ ഈ ആൾക്ക് സമയമുണ്ട്, മറ്റേ ആള് നമുക്ക് വേണ്ടി ജീവിക്കുകയാണ്. അത് മനസ്സിലാവുന്നില്ല. നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു വന്നപ്പോ ഒരു കാര്യം കൂടെ എനിക്ക് മാമിനോട് ചോദിക്കാനുള്ളത്, നമ്മുടെ നാട്ടില് പിള്ളേര് മെന്റൽ ഹെൽത്തിനെ മനസ്സിലാക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരു ഒരു നമ്മുടെ ഇനി അങ്ങോട്ടുള്ള ജനറേഷനെ പറ്റി എനിക്ക് പറയാൻ അറിയില്ല. പക്ഷെ ഇതുവരെയുള്ള ജനറേഷനിലെ എല്ലാ പേരൻസിനും, മിക്ക പേരൻസിനും, മെജോറിറ്റി പേരൻസിനും മെന്റൽ ഹെൽത്ത് ഒരു പുച്ഛമായ രീതിയിൽ, അല്ലെങ്കിൽ എന്തിനാണ് ഇതൊക്കെ, ഞങ്ങളുടെ കാലത്തൊന്നും ഇത്രയും മാനസിക പ്രശ്നങ്ങൾ ഞങ്ങൾ നേരിട്ടിട്ടില്ലല്ലോ, ഇപ്പോഴത്തെ പിള്ളേർക്കാണ് ഇത് കൂടുതൽ എന്നൊരു തോട്ട് പ്രോസസ്സും, അല്ലെങ്കിൽ മെന്റൽ ഹെൽത്തിന് അത്രയൊന്നും ഇമ്പോർട്ടൻസ് ഇല്ല എന്നൊരു സ്റ്റേറ്റ്മെന്റും പറയുന്ന പല പേരൻസിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ശരിക്കും അവരെ നമുക്ക് എങ്ങനെ കൺവിൻസ് ചെയ്യാൻ പറ്റും മെന്റൽ ഹെൽത്തിന്റെ ഇമ്പോർട്ടൻസ്? അത് നല്ലൊരു ചോദ്യമാണ്. അതിന് ശരിക്കും ഏത് കാര്യത്തിനും വേണ്ടത് അവയർനെസ് ആണ്. എന്തുകൊണ്ടാണ് ഈ പേരൻസ് പറഞ്ഞ അവര് വളർന്നു വന്ന സാഹചര്യത്തില് അതെ. എന്ത് പ്രശ്നമുണ്ടെങ്കിലും അതെന്താ വീട്ടിൽ തന്നെ കുറെ മനുഷ്യരുണ്ടായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു, അങ്ങനെ പല കാര്യങ്ങളിലൂടെ അങ്ങനെ. പിന്നെ നമ്മൾ എങ്ങനെ ചിന്തിക്കണം, നമ്മൾ എങ്ങനെ സംസാരിക്കണം എന്നൊന്നും ആരും നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടില്ല. ഒരു എങ്ങനെ പെരുമാറണം എന്ന് പോലും പഠിപ്പിച്ചു തന്നിട്ടില്ല. അതെ. പക്ഷെ ഈ ഈ രീതിയില് ചിന്തകൾക്ക് പോലും പവർ ഉണ്ട്. അതുകൊണ്ട് നമുക്കറിയാലോ, നമ്മുടെ ചിന്തകൾ ഊർജ്ജമാണ്. അതിന് പവറുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ഇമോഷൻസ് അത് നമ്മളുടെ ജീവിതമായി മാറുന്നുണ്ട്. അപ്പൊ പണ്ട് കാലത്ത് അങ്ങനെ ജീവിച്ചു. നമ്മൾക്ക് കിട്ടിയ അതേ അറിവുകൾ കുട്ടികൾക്ക് കൊടുത്തു. അങ്ങനെ വന്നു. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയല്ല. അതെ. ആ പേരൻസിന്റെ മക്കളാണെങ്കിൽ പോലും ഇപ്പോഴത്തെ കുട്ടികളിൽ കോൺഷ്യസ്നെസ് കൂടുതലാണ്. ബോധമുള്ള കുട്ടികളാണ്. അതെ. ആ വ്യത്യാസമുണ്ട്. ജനറേഷൻ തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അതെ. അതെ. അപ്പൊ ഈ പാരന്റ്സിന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇന്നത്തെ കുട്ടികളുടെ ചിന്താഗതിയുമായിട്ട് അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പറ്റുന്നില്ല. അതുകൊണ്ടാണ് മക്കള് ചിന്തിച്ചു പോകുന്ന ഒരു വഴി. അപ്പൊ പേരന്റ്സ് ചിന്തിക്കുന്നത് ആ പഴയ ആ രീതിയിൽ അതെ, അതെ, അതെ. ചിന്തിക്കുന്നുണ്ട്. അതെ. അപ്പൊ ഇവരെ അതാണ് നമ്മൾ പറയുന്നത്, അവയർനെസ് വേണം. ഏത് കാര്യമാണെങ്കിലും നമുക്ക് ആദ്യം അറിവാണ് വേണ്ടത്, അല്ലെ? ഒരു കാര്യത്തിനെ അതെ, അതെ. കുറിച്ചിട്ടുള്ള അറിവ് വേണം. അപ്പൊ നമ്മൾ പറയാറുണ്ട്, സർവ്വതിനെ കുറിച്ചുള്ള അറിവ് നമുക്കുണ്ട്. ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ എല്ലാ അറിവും കിട്ടും. കിട്ടും. പക്ഷെ നമുക്ക് നമ്മളെ കുറിച്ച് എന്തറിയാം എന്നുള്ളതൊരു ചോദ്യം തന്നെയാണ്. True. നമ്മളുടെ ചിന്തകൾക്ക്
സ്വന്തം ജീവിതം സൃഷ്ടിക്കാനുള്ള കഴിവുണ്ടെന്ന് നമുക്കറിയില്ല. നമ്മുടെ വികാരങ്ങൾക്ക്, നമ്മുടെ ഇമോഷൻസിന് നമുക്ക് ആവശ്യമായ കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുതരാനുള്ള കഴിവുണ്ടെന്ന് നമുക്കറിയില്ല. എങ്ങനെയൊക്കെയോ ജീവിച്ചു പോകുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അതെ. അങ്ങനെയുള്ള നല്ല അറിയാവുന്ന ബോധത്തോടു കൂടി ജീവിക്കുന്നവരുണ്ട്. അവരൊക്കെ സക്സസ്ഫുൾ ആകും ജീവിതത്തില്. ഉം. പക്ഷെ അതിനാണ് നമ്മൾ കോൺഷ്യസ്നസ് എന്ന് പറയുന്ന ഒരു ടെർമിനോളജി ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ബോധം. അതായത് ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് അവന്റെ ബോധമാണ് ശരിക്കും.